അങ്ങനെ പറഞ്ഞ എങ്ങനെ ചെറിയച്ച? ഇവർക്ക് ഇവരുടെ അമ്മയുടെ സ്വത്ത് കിട്ടാൻ കേസ് കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലാത്തോണ്ടല്ലേ? വഴി ഉണ്ടാക്കണം പാർവതി. കേസ് നടത്തി കല്യാശ്ശേരി തറവാടിനെ വെട്ടിമുറിക്കാൻ ഇടവരുത്താതെ നിന്റെ ഭർത്താവിനോടും മകനോടും ഇവരുടെ അവകാശം പണമായി നൽകാൻ പറയണം. ഞാൻ പറഞ്ഞ അവരെ അനുസരിക്കോ ചെറിയച്ച? ഇനിയിപ്പൊ ചെറിയച്ചനും കൂടി ഇടപെട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചാ തന്നെ കാശ് സ്വീകരിക്കാൻ ഇവര് തയ്യാറാവോ? കുഞ്ഞമ്മ തയ്യാറാവും. ഞങ്ങൾക്കെല്ലാവർക്കും പണമാണ് ആവശ്യം. സ്വത്തിന് തുല്യായിട്ടുള്ള പണം കിട്ടിയ ഞാൻ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാ. അതുകൊണ്ട് മാത്രം കാര്യമില്ലേ അമ്പിളി. ബാക്കിയുള്ളവരെയും ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കണം. എങ്കിലും ഈ കാര്യം എനിക്ക് സിംഗപ്പൂരുള്ള ഹസ്ബൻഡിനോടും മകനോടും ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റും. അമ്പിളി മനസ്സ് വച്ചാൽ മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ പറ്റും പാർവതി. എല്ലാവരും എളുപ്പത്തിൽ ഒരു തുക കയ്യിൽ കിട്ടാനല്ലേ ആഗ്രഹിക്കൂ. കേസ് നടത്തിയാൽ ചിലപ്പോ വിധി പോലും അനുകൂലമാകണമെന്നില്ല. അങ്ങനെ വന്നാൽ വക്കീലിന് കൊടുത്ത കാശ് നഷ്ടം. എന്താ അമ്പിളി, നിനക്ക് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? നീയും രഘുവും കൂടി ഇത് കേസില്ലാതെ തീർക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി പണം ഞാൻ നിനക്ക് തരും. ഞാൻ സംസാരിക്കാം കുഞ്ഞമ്മ. രഘുവേട്ടനും ഞാനും കൂടി എല്ലാരും കൊണ്ട് സമ്മതിപ്പിക്കാം. ദൈവമേ, എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിലൊന്ന് നടത്തി തരണേ.